എന്നിട്ട് എനിക്കിട്ടിട്ട് പണിയും തന്നോളൂ. നിങ്ങളുടെ വീട്ടിലെ അമ്മമാർ ഇങ്ങനെയാണോ? എന്റെ വീട്ടിലെ അമ്മ ഇങ്ങനെയാണ് കേട്ടോ. ഇത് എന്തിനുള്ള വഴക്കാണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ നമുക്കിന്നൊരു പാലുകാച്ചുണ്ടായിരുന്നു. അപ്പൊ അതിന് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമുക്കല്ല, ഏട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെയാണ്. അപ്പൊ എന്റെ വീടിന്റെ അടുത്തായോണ്ട് ഞാനും വലിഞ്ഞു പിടിച്ച് കയറി ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് നല്ല വീടൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം കണ്ടിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി. അങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ കണ്ണുമുട്ടായി ഇരിക്കുന്നു. ഒരു കണ്ണുമുട്ടായി എങ്കിലും വാങ്ങിത്താന്നും പറഞ്ഞ് അപ്പുക്കുട്ടൻ അങ്ങ് നിപ്പായി കേട്ടോ. ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ വാങ്ങി കൊടുക്കാന്ന് വിചാരിച്ച് അവനത് വാങ്ങി കൊടുത്തപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അവന്റെ കണ്ണ് തന്നെ ഇളകി വീണതാന്ന് പറഞ്ഞ് കളിയായിരുന്നു. പോകുന്ന വഴി കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാൻ കണ്ടപ്പോൾ അപ്പുക്കുട്ടനത് വേണമെന്ന് പറഞ്ഞ് നിപ്പായി കേട്ടോ. ഞാനും ആണെങ്കിൽ ഇത് കുഞ്ഞിലെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ കയ്യിലൊക്കെ കോരി എടുത്തു. കാണാൻ വേണ്ടി മാത്രം നിർത്തിയതാണെങ്കിലും അവസാനം ഇത് വേണമെന്ന് പറഞ്ഞ് നിപ്പായി കേട്ടോ. ഞാനും അപ്പുക്കുട്ടനും കൂടെ. അവസാനം സീച്ചേട്ടൻ പറഞ്ഞു നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ പൂച്ച പിടിക്കും പട്ടി പിടിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു വീട്ടിൽ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാന്ന്. എന്നാൽ അമ്മയോട് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അമ്മ ഏത് കാര്യം കൊണ്ട് ചെല്ലുമ്പോഴും അലയ്ക്കുമെങ്കിലും പിന്നെ അമ്മ അവനെ മക്കളെ പോലും നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അങ്ങനെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ. 100 രൂപയ്ക്ക് 4 കോഴിക്കുഞ്ഞാണ് നമുക്ക് തന്നത്. വീട്ടിൽ ചെന്നപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങളെ പറ്റിച്ചു, 100 രൂപയ്ക്ക് 4 കോഴിക്കുഞ്ഞൊന്നും അല്ല, ഇഷ്ടംപോലെ കോഴിക്കുഞ്ഞുങ്ങൾ കിട്ടുമായിരുന്നു, നിങ്ങൾ കാണിച്ചെന്നിറങ്ങിയോണ്ട് നിങ്ങളെ പറ്റിച്ചാന്ന് പറഞ്ഞു. വാങ്ങിച്ച സാധനം ഓടിച്ചെന്ന് അമ്മൂമ്മയെ കാണിച്ചപ്പോൾ അമ്മൂമ്മ അറിയുന്നില്ലല്ലോ ഇത് അമ്മൂമ്മയ്ക്കുള്ള പണിയാണെന്ന്. അമ്മൂമ്മ അയ്യോ മോനെ ഇത് എന്തിനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. അവസാനം അമ്മയാണെങ്കിൽ ഇത് അമ്മയ്ക്കുള്ള പണിയാന്ന് അറിഞ്ഞപ്പോഴത്തേന് അമ്മ തോട്ടങ്ങി. അമ്മ നോക്കോളൂ. ഇല്ല അമ്മ നോക്കണില്ല. ഏത് സാധനം ഇങ്ങോട്ട് വന്നോളൂ പെങ്ങളും കൂടെ. എന്നിട്ട് എനിക്കിട്ടിട്ട് പണിയും തന്നോളൂ. എന്നും അതെ മേടിച്ചോണ്ട് വരും. അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് പണി വെക്കുന്ന സീച്ചേട്ടൻ എന്തൊക്കെ വന്നാലും കോഴിക്കുഞ്ഞുങ്ങളെ വിട്ടൊരു കളിയില്ലെന്ന് പറഞ്ഞ് അപ്പുക്കുട്ടൻ നിൽക്കുകയാണ് കേട്ടോ. അവർക്ക് കുടിക്കാൻ വെള്ളവും ആഹാരവും എല്ലാം കൊടുത്തിട്ട് അവൻ അവരുടെ കൂടെ തന്നെ ഇരുന്ന് കളിക്കുകയായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോൾ അമ്മ എന്നത്തെയും പോലെ ഇതാ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കാൻ തുടങ്ങി കേട്ടോ. ഇത് പണ്ടേ ഉള്ള സൂക്കേടാണ്. ഞങ്ങൾ എന്ത് വാങ്ങിച്ചോണ്ട് വന്നാലും ആദ്യം അലയ്ക്കുമെങ്കിലും പിന്നെ അവരെ മടി വെച്ചിരുന്ന് കളിപ്പിച്ചോണ്ടിരുന്നോളൂ. എന്തിനാണ് ഈ കോഴിയെ വാങ്ങിച്ചോണ്ട് വന്നേ, വല്ല ആടിനെ വാങ്ങിച്ചോണ്ട് വന്നുകൂടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അവസാനം കലിപ്പായി. ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അയ്യോ തോന്നുമെങ്കിലും എനിക്കിത് ശീലമായോണ്ട് നെവർ മൈൻഡ് ആണ് കേട്ടോ. അങ്ങനെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഓൾറെഡി കുറച്ച് കോഴികളുള്ള അച്ഛന ചേച്ചിക്ക് കോഴിക്കുഞ്ഞിനെ കൊണ്ട് കൊടുത്തു. ആദ്യതകളും എല്ലാം ഞാൻ കഴിച്ച് കൈമാറുന്നു. കിട്ടിയ പാടെ അതുകൊണ്ട് പിള്ളേരെ കാണിക്കാൻ വേണ്ടി അകത്തോട്ട് പോയി കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ നോക്കിയപ്പോൾ ഒരു വട്ടം നാരങ്ങ കളിക്കാനുള്ള പിള്ളേരുണ്ടായിരുന്നു. എല്ലാവരും വന്ന് അതിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഇത് വെള്ളന്ന് പൂവൻകോഴിയായിട്ട് നമുക്ക് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അർച്ചന ചേച്ചിക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്.